ഹലോ ഗൈസ്, ഇന്നാണ് നമ്മുടെ ലോഞ്ച് ഡേ. ഇന്ന് മീൻസ് ഈ കാണിക്കുന്നത് ഇന്നത്തെ അല്ല കേട്ടോ. 2-3 ദിവസമായിട്ട് നമ്മൾ ഓട്ടത്തിലായിരുന്നു. അതായത് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ക്ഷണിക്കാനുണ്ടായി, അതുപോലെ നമ്മൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായി. അതിനൊക്കെ ശേഷം പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ ആങ്കറിന് നമുക്ക് മര്യാദയ്ക്കൊന്ന് കാണാൻ കിട്ടിയത്. കാരണം അവളും നല്ല ബിസി ആയിരുന്നു. അങ്ങനെ നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആങ്കറിങ്ങിൻ്റെ ഇതൊക്കെ ബ്രീഫൊക്കെ ചെയ്തിട്ട് നല്ല ടെൻഷനുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാവും, വിചാരിച്ച പോലെ നടക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ബാക്കി അങ്ങോട്ട് കാണാട്ടാ. 2 മണിക്ക് ടെൻഷൻ ഒന്നും അടിക്കണ്ട, കേൾക്കാം. ഞാൻ നല്ല ടെൻഷൻ, എന്റെ ഹാർട്ട് ബീറ്റ് ഇവിടെ കേൾക്കാം. 2 മണിക്കൂറേല് ഇത് വിദ്യയുടെ വീടിന്റെ മുറ്റാട്ടാ. ഇത് മയില് പോകുന്നുണ്ടല്ല, മയില്. ഓഫ്. ഹലോ ഗൈസ്, 2 മണിക്കൂറേലും ഞങ്ങൾക്ക് പേടിയാണ് ഇതിന്റെ ബ്രാൻഡ് എന്നതിലുപരി, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് എന്നതിലുപരി ഇവർ ഡ്രീം അതിന് എന്നെക്കാളും ആപ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇവർക്ക് തന്നെയാണ്. സോ നമുക്ക് ഓരോരുത്തരും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന ചെറിയ ഒരു സ്വപ്നത്തോടു കൂടിയാണ് സപ്പോർട്ട് നമുക്ക് ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ ഷെഫ് പ്ലീസ്. യങ് ഷെഫ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. മാത്രമല്ല ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലും വിദേശത്തുമായി. ഓക്കെ സർ, എന്താണ് പറയാനുള്ളത്? ഒരു 2-3 തവണയൊക്കെ സ്റ്റേജിൽ കയറാൻ പറ്റിയിട്ടില്ല. ദൈവം ഒരു തവണ അത് ഇന്ത്യയിലെ കയറാൻ പറ്റും. ഞാൻ ഈ പ്രൊഡക്റ്റിന് എനിക്ക് ഇവര് ലോഞ്ചിങ്ങിന് വിളിച്ചു. ചെറിയ ലോഞ്ചിങ്ങൊക്കെ ആയി ഇത് എഴുതിയാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ച പോലെ തന്നെ ഒരു വളരെ വെൽ ഓർഗനൈസ്ഡ് അല്ലെ, വെൽ ഡ്രസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഞാനാണ് എനിക്ക് കൊടുത്തിരിച്ച് ഡ്രസ്സിൻ്റെ മോശം. അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലേഡീസിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ ചില ദിവസങ്ങളിൽ കരയുന്നത് കാണാം, ചില ദിവസങ്ങളിൽ മടുത്ത് ആ ജോലി ചെയ്യുന്നിടത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തുല്യത എന്ന് പറയുന്ന സാധനം ഏറ്റവും നന്നായി നടപ്പാക്കപ്പെടുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ശാരീരികമായിട്ട് വയ്യാതായി അങ്ങനെ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. അതിനുശേഷം എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാണ് ഞാൻ പറയാൻ ഒരു ഷെഫിനെ കുറിച്ചിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, ഷെഫ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ തീരുമാനിക്കുവാണ് നമ്മൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുക എന്നൊന്ന് ആലോചിക്കാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷെഫ് എനിക്കൊരു പ്രൊഡക്റ്റ് ലോഞ്ച് നടക്കുന്നുണ്ട്, അതിനൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും ഫോളോ അപ്പ് ആണ്, ഞാൻ എത്തുമോ. പക്ഷെ എന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചുരുങ്ങിയ വാക്കുകൾ മാത്രം ഉത്തരം പറയുന്ന ഒരാളായിട്ട് യെസ് നോ വരും ഇല്ല ഇങ്ങനെ പോയൊരു നീണ്ട കഥയ്ക്കായി ഇന്നിവിടെ വരുന്നത് വരെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വരുമെന്ന്. പക്ഷെ എന്തോ എന്റെ ദൈവമെങ്കിൽ എനിക്ക് വരാൻ പറ്റി. ഈ പ്രൊഡക്റ്റ് ഞാൻ കണ്ടു. എൻ്റെ ഉള്ളിൽ നിന്നൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പലർക്കും തോന്നിയ കാര്യമാണ്. ആ കവർ എടുക്കുമ്പോൾ ഭംഗിയായിട്ട് ഉണ്ട്, ഒരാൾക്ക് വാങ്ങാൻ തോന്നുന്നൊരു കവർ അല്ലെങ്കിൽ ഒരു പേര്, അതിന്റെ പേര് തന്നെ അറിയാം. അതായത് ഫെലോ, അതായത് ഫോർ ദ എംപവർ ഓഫ് ലോക്കൽസ്, അതായത് സാധാരണക്കാരെ ശക്തിപ്പെടുത്തുക എന്നല്ലേ മലയാളത്തിലെ ഒരു ഇതിലേക്ക് വരുമ്പോൾ. അപ്പം മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോയ ഐഡിയാസ് കേട്ടു. അത് ഈ കമ്പനീനെ നല്ലൊരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഐഡിയാസ് ആണ്. പക്ഷെ ഇവർക്ക് വേണ്ടത് കുറച്ച് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കൂടെ എല്ലാവരുടെ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ പറയാണ്. ഓക്കെ
കഴിച്ചിട്ടുണ്ടാ? ഇതെല്ലാവർക്കും ഒന്ന് കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് അറിയിച്ച് എങ്ങനെയുണ്ടെന്ന്. അത്രേ ഉള്ളൂ, ചെറിയത്. ഓക്കെ, അനസ്മോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. അയ്യോ, ഉള്ളത് അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ഇതിനകത്ത് സങ്കടപ്പെടരുത്. റാഷിഫ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. സ്റ്റേജിലേക്ക് വരണം. ഓക്കെ റാഷിഫ. സുലൈഹ, സുലൈഹ, കം ടു ദി സ്റ്റേജ്. ഒരു വലിയ കൈയ്യടി. ഇതൊന്നും പോരാട്ടോ, ഒരു കോമ്പറ്റീഷൻ ചെയ്ത ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. എല്ലാ ആശംസകളും നേരുന്നു. ഓരോ സംരംഭവും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രയത്നങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിന്റെ സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ബ്ലോഗ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടോ. ഇതിനൊക്കെ ആദ്യം മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ഒരു സ്റ്റോറി ഉണ്ട്. ഒരു ഹാൾ ഉണ്ടെങ്കിൽ മറ്റേ ആരെയൊക്കെ തമാശ വെച്ച് അങ്ങനെ വിളിക്കൂലേ? അപ്പൊ നിന്നെ വിളിക്കുമ്പോൾ ഇനി വരും അത് ഇങ്ങനെ ഇനി വരോ നിനക്ക് പൈസ ഉണ്ട്. സത്യം പറയാം, അതിനൊരു തുറപ്പൊക്കെയല്ല ഇവിടെ പിന്നെ അതൊന്ന് ഓഫീസൊക്കെ അയച്ചെന്നില്ല സത്യം ഡെവലപ്മെന്റ് ചെയ്ത ഞാൻ താങ്ക് യു. ആങ്കറിംഗ് എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. കേൾക്കുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അച്ഛൻ ഫ്രണ്ട് എന്ന നിലയ്ക്ക് നന്നായിട്ട് കണ്ടിട്ടുണ്ട് വിഷമങ്ങള്. ഇവിടെ വന്നിട്ട് സോറി, ഈ ഒരു സ്റ്റേജിലത്തെ വലിയ പ്രൗഡിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ബോഡി വരുന്നു, അതിന്റെ ഒറ്റ ഒരു സ്ട്രഗിളാണ്. എന്തെങ്കിലും സംതിങ് ആവണം, സ്വന്തമായിട്ട് ഒരുപാട് അംബിഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. സോ ഇനി നിലയിലെത്തിയെങ്കിൽ ഇനി മുന്നോട്ട് ഓൾ ടീമിനെ അതിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. എന്നോട് കഴിയുന്നതൊക്കെ പറയാറില്ല. സോ നന്ദി പറയാൻ ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ഓർഡേഴ്സിൽ 3 പേര് സംസാരിച്ചിട്ട് ഞാനൊന്ന് സംസാരിക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. വെറുതെ ആരും ചോദിച്ചില്ല. വെറുതെ ഞാൻ സംസാരിക്കാൻ ആരും ചോദിക്കാതെ ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞതാണ്. ഞാൻ നന്ദി പറഞ്ഞതാണ്. എനിക്ക് നന്ദി പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷെഫ് ഇവിടെ ഷെഫിന്റെ നന്ദി കേട്ടു. അപ്പൊ ആദ്യം തന്നെ ഇത്രയും ടെൻഷൻ ഇതെല്ലാം ലാസ്റ്റ് തോന്നുന്നു SSC എക്സാമിന് സമയത്താണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ 4 പേരും അന്നത്തെ ഒരു മാനസികാവസ്ഥയുടെ എല്ലാം ചെയ്ത് വീരോ യൂട്യൂബൊക്കെ വരുമോ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നോക്കാം. എല്ലാവരും കേൾക്കുന്നില്ലേ? സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ഒരു മെന്റാലിറ്റി എന്നെ ചീഫ് ഗസ്റ്റിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഷെഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്ന സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, എവിടെ സ്റ്റാർട്ട് ചെയ്യും, ഇതിന് നെക്സ്റ്റ് എന്തിനാണ് ടെൻഷൻ ഇരിക്കുമ്പോൾ വിചാരിച്ചത് ആവാൻ പറ്റാത്തതുണ്ടല്ലോ. സോ ആ വിചാരം തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇപ്പം എവിടെയുണ്ടോ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. ഷെഫ് ആ പറഞ്ഞത് ഞാൻ ഇപ്പോൾ മറക്കൂല. കാരണം അന്നേരം എല്ലാം നിർത്തി വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഫെലോപ്പിലേക്ക് എത്തിപ്പെട്ടതും അവർ 3 പേര് എന്നെ കോൺടാക്ട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. സോ ഇവിടെ ഇങ്ങനെ ഒരു ലോഞ്ചിങ് വെക്കുമ്പോൾ ചീഫ് ഗസ്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വേറെ ആരും പറ്റി ചിന്തിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചത്. വിളിക്കുക എന്നുള്ളത് എന്റെ ഒരു ഭാഗം. പക്ഷെ ഒരു മടിയും കൂടാതെ ഞാൻ വിചാരിച്ച് കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. പക്ഷെ വന്നത് എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സങ്കടമായി. താങ്ക് യു ഷെഫ്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൾ ഇരിക്കുന്നുണ്ടല്ലോ ഈ. സോ ബാക്കിയുള്ളവർ എല്ലാം ഇവിടെ ബാക്കിയുള്ളതൊക്കെ എന്റെ
നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും ബിസിനസ്മാൻമാരും നമ്മളെ ഭാവിയിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ടവരും ഒക്കെയാണ്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്, ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. നമ്മൾ തുടക്കക്കാരാണ്. സോ ഇൻഷാല്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ നേരത്തെ അബ്ദുൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതുപോലെ എന്നെയായിരിക്കും ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതെന്താ, ഞാൻ എഫേർട്ട് ഇടുന്നത് കൂടുതലായതുകൊണ്ടോ ഞാൻ ഭയങ്കര സംഭവം ആയതുകൊണ്ടോ അല്ല. എനിക്ക് വീഡിയോ എടുക്കുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സമയം കിട്ടുമോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷെഫിന്റെ വീഡിയോ എന്തിനും സമയമില്ലാത്ത സമയം. അതിനിടയിൽ ഞാൻ സെക്കൻഡുകൾ കൊണ്ട് വീഡിയോ എടുത്തിട്ടാണ് റീലിടല്. അതെല്ലാവർക്കും അത്ഭുതം. ഇതിന് നേടുന്ന സമയം ഉണ്ടാക്കുന്നത് അത് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിന് സമയം കിട്ടും. അങ്ങനെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അതിനർത്ഥം ഞാൻ മാത്രം കൂടുതൽ കഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല. എന്റെ ബേക്കിൽ ഒരുപാട് എഫേർട്ട് എന്റെ കൂടെയുള്ള ബാക്കി 3 പേരുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ഷോപ്പ് ആക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ജസ്റ്റ് എ ബിഗിനിങ്. ഇത് വേറെ തുടക്കമല്ല. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു കേട്ടാ. അങ്ങനെ നമ്മുടെ ഹണി പീനട്ട് ബട്ടർ അതിൻ്റെ ഒരു ലോഞ്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ, ഇതുവരെ നേരിട്ട് കാണാത്ത ആൾക്കാർ പോലും നമ്മൾ വിളിച്ചപ്പോൾ സ്നേഹത്തോടുകൂടി വന്നിട്ടുണ്ടായി. എല്ലാവരോടും നന്ദി. കുറേ ഉപദേശങ്ങളും കുറേ അഡ്വൈസൊക്കെ കിട്ടി. അതൊക്കെ നമുക്ക് ലൈഫിലേക്ക് എടുക്കണം ഇൻഷാ അല്ലാ. ഇനിയും നിങ്ങളെ സപ്പോർട്ടിൽ ഉണ്ടാകും. പിന്നെ കുറേ ആൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ ഓർഡർ ചെയ്യാന്നുള്ളത്. ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ കൊടുക്കാട്ടാ. ഈ നമ്പർ, ഇത് വാട്സപ്പ് നമ്പറാണ്, ഇതുവഴി ഓർഡർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. feloc.in എന്നിട്ടാ. അതുവഴിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ലോഞ്ച് മന്ത് പ്രമാണിച്ചിട്ട് കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക. അയ്യോ, നിങ്ങളെല്ലാവരും എന്നെ സ്റ്റാർട്ടിങ് മുതലേ കാണുന്നവരാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ ജേണിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്ന് അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച്, ഒരു ബ്രാൻഡിൻ്റെ ഇതുവരെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ.